Hello students, ഇന്ന് നമുക്ക് സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ PD മോഡ്യൂൾ 4 നോക്കാം. അതിലെ ചാപ്റ്റർ 1 എന്ന് പറയുന്ന ഇൻട്രൊഡക്ടറി കൺസെപ്റ്റ്സ് ഓഫ് ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻസ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എന്തായിരുന്നു? ആൻ ഇക്വേഷൻ ഇൻവോൾവിങ് ഡെറിവേറ്റീവ്സ് അല്ലേ? അപ്പോൾ ഇവിടെയും ഇൻറ്റഗ്രൽ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻസ് ഇൻവോൾവിങ് ഇൻറ്റഗ്രൽ അല്ലേ? അപ്പോൾ ഇൻറ്റഗ്രൽ സൈൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസ് ആയിരിക്കും ഇൻറ്റഗ്രൽ ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു അൺനോൺ ഫങ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഒരു അൺനോൺ ഫങ്ഷൻ. ആ അൺനോൺ ഫങ്ഷനെ നമ്മൾ UX എന്നാണ് പറയുന്നത്. ആ UX എന്ന് പറയുന്നത് നമുക്ക് അൺനോൺ ആണ്. അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി ഡിറ്റർമൈൻഡ്. ആ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ U(x) എന്ന് പറയുന്ന ഈ ഇൻറ്റഗ്രൽ സൈനകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ ഇക്വേഷൻ എന്താണ്? An equation in which the unknown function U(x) to be determined appear under the integral sign is called integral equation. അപ്പോൾ അതിൻ്റെ ടൈപ്പ്, അതായത് ഇറ്റ് ഈസ് ഓഫ് ദി ഫോം അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ക്യാൻ ബി റിട്ടേൺ ആസ് ഈ കാണിച്ചേക്കുന്ന കൂട്ട് U(x) ഈക്വൽ ടു f(x) പ്ലസ് ഇൻറ്റഗ്രൽ alpha of x to beta of x kxt ut dt. ഈ ഫോമിൽ എഴുതാൻ പറ്റുന്ന, അതായത് ഈ ഫോമിലുള്ള ഇക്വേഷൻസിനെയാണ് ഇൻറ്റഗ്രൽ ഇക്വേഷൻ കണ്ടോ. ഇക്വേഷനകത്ത് എന്തുണ്ട്? ഇൻറ്റഗ്രൽ സൈൻ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ആൽഫ ഓഫ് എക്സ് ആൻഡ് ബീറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് ആണ്. അതുപോലെ k ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദി kernel of integral equation. The unknown function U(x) appears under the integral sign. Integral sign നകത്ത് വന്നേക്കുന്ന ആ അൺനോൺ ഫംഗ്ഷൻ ആണ് U(x). ഇനി U(x) ഒരു U(t) അത് മിസ്റ്റേക്ക് അല്ല. നമ്മൾ എക്സ് കണ്ടോ, ഇവിടെ എഴുതിയേക്കുന്ന ആൽഫ ഓഫ് എക്സ് ടു ബീറ്റ ഓഫ് എക്സ്. ലിമിറ്റ് എന്ന് പറയുന്ന എക്സിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ വേരിയബിളിനെ ഒരു ഡമ്മി വേരിയബിൾ, അപ്പോൾ ആ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ടി ആയിട്ട് എടുത്തേക്കുവാണ്. മനസ്സിലായോ? അപ്പോൾ ഇൻറ്റഗ്രൽ kxt ut dt വേർ k ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് കേർണൽ. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ ആ ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. നമുക്കിതിൻ്റെ സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കാനാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ടൈപ്സ് ഉണ്ട്. മെയിൻ 2 ടൈപ്സ് ആണുള്ളത്. ആ 2 ടൈപ്സ് അല്ലാതെ അതിൻ്റെ തന്നെ പിന്നെയും കുറച്ച് ടൈപ്സ്, അങ്ങനെ 6 ടൈപ്സ് പഠിക്കാനുണ്ട്. അതിനകത്ത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ടൈപ്സ് പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൂടെ നമ്മൾ പഠിക്കും. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ ഇൻറ്റഗ്രൽ ഇക്വേഷനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്നും കൂടെ ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെക്ഷനകത്ത് പഠിക്കുന്നത്. അതിൻ്റെ എക്സസൈസ് ഉണ്ട്. കുറച്ച് പ്രോബ്ലംസ് ഞാൻ ചെയ്യിപ്പിക്കും. ബാക്കി എക്സസൈസ് നിങ്ങൾ തന്നെ ചെയ്യണം. വളരെ എളുപ്പമാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിക്കുകയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. തന്നേക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിനെ സോൾവ് ചെയ്യാനാണ്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അതായത് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഇക്വേഷനും തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇൻറ്റഗ്രൽ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് നോർമലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം നമ്മൾ പഠിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ മെത്തേഡ് വെച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ഗിവൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ U((x) ഈക്വൽ ടു 2x U ഓഫ് എക്സ്. നമ്മൾ ജസ്റ്റ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതന്നെ ഉള്ളൂ. കൺവേർട്ട് ചെയ്യാൻ ഇത് വേണ്ട. സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചത് വെച്ച്, ഇതുവരെ നമ്മൾ പഠിച്ച ടോപ്പിക്സ് വെച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇപ്പം നമുക്ക് U(x), ഇപ്പോൾ U വേരിയബിൾ ഉള്ളതിനെല്ലാം നമ്മൾ ഒന്നിച്ചെഴുതി. അതായത് U((x) ബൈ U ഓഫ് എക്സ് ഈക്വൽ ടു 2x. ഇനി ഇത് വേരിയബിൾ സെപ്പറബിൾ ആയി അല്ലേ? അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയപ്പോൾ നമുക്ക് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വന്ന U ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ U((x). അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് UX ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 2x dx
that is 2 into x square by 2, 2 2 cancel ആയി x square അല്ലേ, or u of x equal to e raised to x square എന്നാണ് സൊല്യൂഷൻ അല്ലേ. പ്ലസ് എ കോൺസ്റ്റൻസി ഉണ്ട്, നമ്മൾ ആ കോൺസ്റ്റന്റിനെ ഒരു ചെറിയ ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് നമുക്ക് ഇവിടെ ഒരു സൊല്യൂഷൻ, അതായത് ഇനി ബാക്കി ചെയ്യുന്നില്ല, അതായത് യു ഓഫ് 0 ഈക്വൽ ടു 1 ഇട്ട് കൊടുത്ത് സിയുടെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കുന്നില്ല, അത് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ചെയ്യാനുള്ളത് കൺവേർട്ട് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം subject to the initial condition u of 0 equal to 1 to integral equation. ഇനിയാണ് നമ്മളത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഗിവൺ ഇക്വേഷൻ വന്ന് യു ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x യു ഓഫ് എക്സ്. ആ ഇക്വേഷനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണ്, ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ യു ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 2x യു എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ അന്നേരം എഴുതുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് with the limit 0 to x. Okay, അപ്പോൾ integrating both sides with respect to x from 0 to x and using the initial conditions അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to x ആണ്, ഇവിടെയും ലിമിറ്റ് 0 to x ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യു ഓഫ് ടി നമ്മൾ ആ പറഞ്ഞേക്കുന്ന നമ്മുടെ ഫോം യു ടി ഡി ടി എന്നാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ യു ടി ഡി ടി. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ഓഫ് എക്സ് 0 to x ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to x, സോറി ഇവിടെ അന്നേരം ഫങ്ഷൻ എല്ലാം എന്തിലായിരിക്കും, ടിയിലായിരിക്കും അല്ലേ, എക്സ് എല്ലാം മാറി ടിയിലാണ്. അപ്പോൾ 2t യു ഓഫ് ടി ഡി ടി. ഇനി ഇവിടെ യു ഓഫ് എക്സ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ യു ഓഫ് എക്സ് മൈനസ് യു ഓഫ് 0 ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to x 2t യു ടി ഡി ടി. യു ഓഫ് 0 ഇവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ട് 1 ആണെന്ന്. അപ്പോൾ യു ഓഫ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 2t, സോറി ഇൻറ്റഗ്രൽ 0 to x 2t യു ടി ഡി ടി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ യു ഓഫ് 0യുടെ വാല്യൂ 1 റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ആൻസർ അന്നേരം എന്ത് കിട്ടും, യു ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് വാല്യൂ, -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 പ്ലസ് ഇൻറ്റഗ്രൽ 0 to x 2t യു ടി ഡി ടി അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു തന്നിരുന്ന, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഇനിഷ്യൽ കണ്ടീഷനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാനാ പറഞ്ഞ, ഇൻറ്റഗ്രൽ ഇക്വേഷനായിട്ട്. കണ്ടോ, ഇൻറ്റഗ്രൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ആയില്ലേ, മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ സൊല്യൂഷൻ യു ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഇൻറ്റഗ്രൽ 0 to x 2t യു ഓഫ് ടി ഡി ടി. നമ്മൾ ആദ്യം പഠിച്ച ആ ടൈപ്പ്, ഇതിന് ഇക്വേഷൻ നോട്ടിൽ അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഇക്വേഷൻ റോമൻ ലെറ്റർ 1 ആണ് എഴുതിയേക്കുന്നത്. ഇവിടെ നമ്മൾ വേറെ ഒരു 1 കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് പറയുമ്പോൾ ആ 1 മാറിപ്പോകല്. ഇപ്പോൾ നോട്ടിൽ അവിടെ ഒന്ന് കറക്ഷൻ നടത്തണം 1 എന്നുള്ളത്. അപ്പം നോക്കിക്കേ, രണ്ടുകൂടെ കമ്പയർ ചെയ്യുക. ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ ഫോം നമ്മൾ ആദ്യം പറഞ്ഞു, ആ അതായത് ഈ ഇക്വേഷനും നമുക്കിപ്പം കൺവേർട്ട് ചെയ്ത് കിട്ടിയ ഇക്വേഷനൂടെ കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, 1 ആണ്. അതുകൊണ്ട് തന്നെ കെ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് 2t ആണ്. മനസ്സിലായോ? ഇതാണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോട്ട് നോക്കാം. കണ്ടോ, നമ്മൾ അതായത് കൺവേർട്ട് ചെയ്ത് ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 3, അവിടെ നിങ്ങൾ നോട്ടിനകത്ത് ആ ഇക്വേഷൻ 1 2 3 ഒന്ന് കറക്റ്റ് ചെയ്യുക. or u of x equal to 1 plus integral 0 to x 2t ut dt. കമ്പയർ ചെയ്യുമ്പോൾ f of x equal to 1 കേർണൽ k of xt equal to 2t. ഇക്വേഷൻ 1 and 3, 1 എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന റോമൻ ലെറ്റർ 1 ആണ്, ആർ കാൾഡ് ലീനിയർ ഇൻറ്റഗ്രൽ
ഇക്വേഷൻ, ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ. എന്തുകൊണ്ടാണ് ലീനിയർ എന്ന് പറഞ്ഞേക്കുന്നത്? അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകും. ഇവിടെ ഇപ്പം ജസ്റ്റ് ഓർത്തിരിക്കുക, യു ഓഫ് ടിയുടെ പവർ 1 ആണ്. അതുകൊണ്ട് അതെന്തായിരിക്കും? ലീനിയർ. ഓക്കെ, ഈ എഴുതിയേക്കുന്ന യു ഓഫ് ടിയുടെ പവർ 1 ആയതുകൊണ്ട് അത് യു ഓഫ് ടി ഈസ് ലീനിയർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ആ ടൈപ്സ് ആണ്. അപ്പോൾ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 മെയിൻ ക്ലാസ്സസ് ആണ് ഇവിടെ നമുക്ക് ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷനകത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് വോൾട്ടേറ ഇൻറ്റഗ്രൽ ഇക്വേഷൻ. ഏതൊക്കെയാണ് രണ്ട് മെയിൻ ക്ലാസ്സസ്? ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് വോൾട്ടേറ ഇൻറ്റഗ്രൽ ഇക്വേഷൻ. ഈ രണ്ടെണ്ണം അല്ലാതെ നമുക്ക് 4 എണ്ണം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. ആ 4 എണ്ണം എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് വൺ, ഇൻറ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സിംഗുലർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ, വോൾട്ടേറ ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ, വോൾട്ടേറ ഫ്രെഡോം ഇൻറ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ആ 6 ടൈപ്പാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ആ ടൈപ്സ് കണ്ടുപിടിക്കാനും ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ 6 ടൈപ്പിനകത്ത് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ഇൻറ്റഗ്രൽ ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ദി ഫോം എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുവാണ്. u of x equal to f of x plus integral alpha of x to beta of x k of xt ut dt, where k of xt എന്ന് പറയുന്നത് കേർണൽ ഓഫ് ദി ഇൻറ്റഗ്രൽ ഇക്വേഷൻ ആണ്. ആൽഫ ഓഫ് എക്സ് ടു ബീറ്റ ഓഫ് എക്സ് അല്ലെങ്കിൽ ആൽഫ ഓഫ് എക്സ് ആൻഡ് ബീറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തുവായിരുന്നു? ലിമിറ്റ്സ് ഓഫ് ദി ഇൻറ്റഗ്രേഷൻ ആണ്. അല്ലേ? മനസ്സിലായോ ഇത്രയും? അപ്പോൾ ഇനി നമുക്ക് 1.2 ക്ലാസിഫിക്കേഷനകത്ത് ഓരോ ടൈപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പം മനസ്സിലാക്കുക, ഓരോ ടൈപ്പും ആ പേരും അതിൻ്റെ ഫോം എങ്ങനെയാണെന്നുള്ളത് നല്ലതായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നൗ ഫസ്റ്റ് ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ. അതായത് മെയിൻ ക്ലാസ്സസിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ. ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് phi ഓഫ് എക്സ് യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ എ ടു ബി k of xt ut dt. അതുപോലെ തന്നെ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോമ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇപ്പോൾ ഫോം പഠിച്ചോ? ഒരു ലീനിയർ ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷന് എങ്ങനെയാണെന്നുള്ളത്. ഒരു ഫ്രെഡോം ലീനിയർ integral equation is of the form phi of x u of x equal to f of x plus lambda integral a to b k of xt u of t dt. അതുപോലെ തന്നെ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് എക്സ് ടിയുടെയും ലിമിറ്റ്സ് കൂടെ പറയണം. ഇൻഇക്വാലിറ്റി എ ടു ബി ആണ് അല്ലേ? ഇൻറ്റഗ്രൽ എ ടു ബി എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻസ് ആണ്. എയും ബി എന്ന് പറയുന്നത് എന്തുവാ? കോൺസ്റ്റൻസ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ ഇക്വേഷൻ? എന്ന് പറഞ്ഞു നോക്കിക്കേ. ഫൈ ഓഫ് എക്സ് യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ടി യു ടി ഡി ടി. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോമ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ലീനിയർ ആണ്. ദ ഇക്വേഷൻ ഈസ് ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ബിക്കോസ് ദി അൺനോൺ ഫംഗ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതാ ലീനിയർ എന്ന് പറഞ്ഞു,
under the integral sign, unknown function ഏതാ ഇവിടെ u of x, under the integral sign occurs linearly അല്ലേ, അതിൻ്റെ പവർ 1 ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷന് എന്ത് പറയുന്നത്, ലീനിയർ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ലാംഡ എന്ന് പറയുന്നത് ഇസ് എ പാരാമീറ്റർ, ഇതിനകത്ത് എഴുതിയേക്കുന്ന ലാംഡ എന്ന് പറയുന്നത് പാരാമീറ്റർ. ഇനി നമുക്ക് ഈ ഫ്രെഡോം ലീനിയർ ഇന്റഗ്രൽ ഇക്വേഷനെ തന്നെ രണ്ട് ടൈപ്പ്, രണ്ട് കൈൻഡ് പറയാം, ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡും. അത് ഡിപ്പെൻഡ്സ് ഓൺ ഫൈ ഓഫ് എക്സിന്റെ വാല്യൂ. ഫൈ ഓഫ് എക്സിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഫ്രെഡോം ലീനിയർ ഇന്റഗ്രൽ ഇക്വേഷന് രണ്ട് കൈൻഡ്സ് ആയിട്ട് പറയാം, ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡും. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത് വെൻ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0. വെൻ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0, ഈ പറഞ്ഞേക്കുന്ന ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താകും അന്നേരം, എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ടി യു ടി ഡി ടി ഈക്വൽ ടു 0 അല്ലേ. ഇങ്ങനെ വരുന്ന ഇക്വേഷനെ നമ്മൾ, ഇതൊരു ഇൻറ്റഗ്രൽ ഇക്വേഷൻ ആണ് അല്ലേ, ഇക്വേഷനകത്ത് എന്തുണ്ട്, ഇൻറ്റഗ്രൽ സൈൻ ഉണ്ട്, അപ്പോൾ ഇതൊരു ഇൻറ്റഗ്രൽ ഇക്വേഷൻ ആണ്. ഇനി ഈ ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതെന്തായി, ഫ്രെഡോം അതുകൊണ്ട് തന്നെ യു ഓഫ് ടി പവർ 1 ആണ്. സോ അതൊരു ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ആണ്. ഇനി ഈ ഇൻറ്റഗ്രൽ ഇക്വേഷനകത്ത് യു ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രലിനകത്ത് മാത്രമേ വരുന്നുള്ളൂ, അതുകൊണ്ട് അതിനെ എന്ത് പറയാം, ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. മനസ്സിലായോ? അപ്പോൾ ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ സൈനിനകത്ത് മാത്രമാണ് യു ഓഫ് ടി വന്നേക്കുന്നത്. അല്ലാതെ നമ്മൾ കണ്ടോ, ആദ്യം നമ്മൾ പറഞ്ഞ ഇക്വേഷൻ കണ്ട്, ഈ ഇക്വേഷനകത്ത് യു ഓഫ് എക്സ് ഇവിടെ വെളിയിലും ഉണ്ട്, ഇൻറ്റഗ്രലിനകത്തും ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ സൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ വന്നു. ലീനിയർ എന്ന് പറഞ്ഞാൽ യു ഓഫ് ടിയുടെ പവർ 1 ആണ്. ഇനി ഫസ്റ്റ് കൈൻഡിൽ എന്തായിരുന്നു, അപ്പോൾ അത് ഫസ്റ്റ് കൈൻഡ് നമ്മൾ ഫ്രെഡോമിൻ്റെ ഫസ്റ്റ് കൈൻഡാണ് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻസ്, ഇതിനകത്ത് ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇക്വേഷൻസ് നല്ലതായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്യാനൊന്നും ഇല്ല, നമ്മൾ ആ ഡെഫിനിഷൻസ് കറക്റ്റായിട്ടുള്ള. ഫ്രെഡോം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ അതിനകത്ത് ആ ഇൻറ്റഗ്രൽ സൈനിനകത്ത് എന്ത് വരുമെന്നേ ഉള്ളൂ, കോൺസ്റ്റൻസ് ആയിരിക്കും. എ ടു ബി ലിമിറ്റ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഫൈ ഓഫ് എക്സ് യു ഓഫ് എക്സ് ഈക്വൽ ടു, അതങ്ങ് പഠിച്ചു വെക്കുക. ഇനി ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുമ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0, ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 0 ആയി. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം അല്ലേ. ആ എഴുതി കഴിയുമ്പോൾ യു ഓഫ് എക്സ് അൺനോൺ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇൻറ്റഗ്രലിനകത്തുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റേ അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഫൈ ഓഫ് എക്സിൻ്റെ കൂടെ ഒരു യു ഓഫ് എക്സ് അൺനോൺ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. ആ ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് കൈൻഡിനകത്ത് ഇല്ല. അപ്പോൾ ഇപ്പം മനസ്സിലായോ, ഞാൻ കൺഫ്യൂസ് ആക്കിയോ? ദാണ്ട നോക്കിക്കേ, എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ എ ടു ബി k of x of t u of t dt equal to 0, which is known as Fredholm linear integral equation of first kind. അപ്പോൾ ഫസ്റ്റ് കൈൻഡ് മനസ്സിലായോ? അപ്പോൾ ഇത് നോക്കിയാൽ മതി. ഇക്വേഷനകത്ത് യു ഓഫ് എക്സ് എന്ന് പറയുന്ന അൺനോൺ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് മാത്രമേ വരുന്നുള്ളൂ, ഇൻറ്റഗ്രലിനകത്ത് മാത്രം. ഇനി നമുക്ക് സെക്കൻഡ് കൈൻഡ് നോക്കാം. ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുമ്പോൾ വെൻ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 1, ആ ഫ്രെഡോം നമ്മൾ ടൈപ്പ് പറഞ്ഞു. ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ ടൈപ്പ് നിങ്ങൾക്ക് അറിയാം, ആ ഫോം എങ്ങനെ എഴുതുന്നതെന്ന് അറിയാം. ആ ഇക്വേഷനകത്ത് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഫൈ ഓഫ് എക്സ് 1 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ എ ടു ബി കെ എക്സ് ടി യു ഓഫ് ടി ഡി ടി.
അപ്പോൾ ഇങ്ങനെ വരുന്ന ഇക്വേഷനെ ഈ ഫോമിൽ വരുന്ന വെൻ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ അതിനെ പറയുന്നതാണ് ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ സെക്കൻഡ് കൈൻഡിനകത്ത് നോക്കിക്കേ, ഇൻറ്റഗ്രലിനകത്തും അൺനോൺ ഉണ്ട്, ഔട്ട്സൈഡ് ദി ഇൻറ്റഗ്രലും എന്തുണ്ട്, അൺനോൺ ഫംഗ്ഷൻ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദി ഇൻറ്റഗ്രൽ മാത്രമേ അൺനോൺ ഫംഗ്ഷൻ അപ്പിയർ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് കൈൻഡിൽ ഇൻസൈഡ് ദി ഇൻറ്റഗ്രലും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദി ഇൻറ്റഗ്രൽ സൈനും അൺനോൺ ഫംഗ്ഷൻ അപ്പിയർ ചെയ്യുന്നത്. അതാണ് ഈ നോട്ടിൽ പറഞ്ഞേക്കുന്നത്. ഒന്ന് വായിച്ചേക്കാം. ഫ്രെഡോം integral equation is of the first kind if the unknown function u of x appears only under the integral sign. However, the Fredholm equation is of the second kind if the unknown function u of x appear inside and outside the integral sign. Okay, ഇത്രയും മനസ്സിലായോ? Next, second one, Volterra linear integral equations. ഇപ്പോൾ വോൾട്ടേറ ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് യു ഓഫ് എക്സ്. അപ്പോൾ ഫ്രെഡോം ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം തന്നെയാണ്, ഫൈ ഓഫ് എക്സ് യു ഓഫ് എക്സ് അല്ലേ, ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് എക്സ് അവിടെ എഫ് ഓഫ് എക്സ് തന്നെ പ്ലസ് ലാംഡ അവിടെയും ലാംഡ ഉണ്ടായിരുന്നു, ഇൻറ്റഗ്രൽ എ ടു എക്സ് ആണ് ഇവിടെ പറയുന്നത്, മറ്റേടത്ത് കോൺസ്റ്റന്റ് ആയിരുന്നു എ ടു ബി എന്നായിരുന്നു. വോൾട്ടേറ ആവുമ്പോൾ ഇവിടെ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വരുന്നത് ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ് റാദർ ദാൻ കോൺസ്റ്റൻസ്. അതുപോലെ ഇതിനകത്ത് രണ്ടും എക്സിൻ്റെ നമുക്കിപ്പോൾ പഠിക്കേണ്ട, നമുക്ക് ഒരെണ്ണം അപ്പർ ലിമിറ്റ് മാത്രമാണ് ഫങ്ഷൻ ഓഫ് എക്സ് വരുന്നത്. ഇൻറ്റഗ്രൽ എ ടു എക്സ് കെ ഓഫ് എക്സ് ടി യു ടി ഡി ടി. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ? ഫ്രെഡോം ആൻഡ് വോൾട്ടേറയുടെ ആ ഒരു ഇൻറ്റഗ്രൽ സൈൻ മാത്രമേ ഉള്ളൂ, സോറി ഇൻറ്റഗ്രൽ സൈൻ അല്ല, ലിമിറ്റ് ഓഫ് ദി ഇൻറ്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ ചേഞ്ച് വരുന്നത്. അതായത് എ ടു എക്സ് എന്നാണ്, ഫ്രെഡോമിനകത്ത് എ ടു ബി ആണ്. മനസ്സിലായോ? ഇവിടെയും നമുക്ക് ടു കൈൻഡ്സ് വോൾട്ടേറ ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ പഠിക്കണം. ഏതൊക്കെയായിരിക്കും? അവിടെ പറഞ്ഞ പോണക്ക് തന്നെ ഇതാണ് നമ്മുടെ വോൾട്ടേറ ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ അല്ലേ. ഈ ഇക്വേഷനകത്ത് ഫൈ ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് ഡിഫൈൻ ചെയ്യുന്ന ആ ടു കൈൻഡ്സ്. ആദ്യത്തെ ഏതാ? ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആവും. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു 0. അതിനകത്ത് എന്തുകൊണ്ടാണ് അത് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്? അവിടെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റഗ്രേഷനകത്ത് എന്ത് വന്നിട്ടുള്ളൂ? യു ഓഫ് എക്സ് അല്ലെങ്കിൽ അൺനോൺ ഫങ്ഷൻ യു എന്ന് പറയുന്നത് ഇൻറ്റഗ്രലിനകത്ത് വന്നേക്കുന്നത് ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ. അതാണ് വോൾട്ടേറ ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. സെക്കൻഡ് കൈൻഡ് എന്തുമായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ ആ വോൾട്ടേറ ലീനിയർ ഇൻറ്റഗ്രൽ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എന്ത് കിട്ടും? യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ എ ടു എക്സ് കെ ഓഫ് എക്സ് ടി യു ടി ഡി ടി. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നോട്ട് പോണക്ക് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്ന നോട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഇൻറ്റഗ്രൽ സൈനകത്തായിരിക്കും യു ഓഫ് എക്സ് അപ്പിയർ ചെയ്യുന്നത്. സെക്കൻഡ് കൈൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രലിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും അൺനോൺ ഫങ്ഷൻ അപ്പിയർ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇത്രയും മതി. നെക്സ്റ്റ് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. Okay, thank you.